Hello guys, welcome back to another video. എൻ്റെ പേര് എൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തന്നെ അഗെയിൻ നമ്മൾ മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. മീഷോ ഹോൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നപ്പോൾ അതായത് നമ്മുടെ ഷർട്ട്സിൻ്റെയൊക്കെ കളക്ഷൻസ് ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയ ഷർട്ട്സും കുർത്താസൊക്കെ ചെയ്തപ്പോഴത്തേന് നല്ല ഒരു വ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മീഷോയിലെ ഹോൾ വീഡിയോ കാണാനാണ് ആഗ്രഹം എന്ന്. സോ നമ്മൾ അഗെയിൻ നമ്മൾ വീണ്ടും ചെയ്യുകയാണ് മീഷോ ഹോൾ വീഡിയോ. എന്താണ് മീഷോയിലെ ഹോൾ വീഡിയോയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കാരണം ഇവിടെ എടുത്ത് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളും ഉള്ളത് മീഷോ ഹോൾ വീഡിയോയ്ക്കാണ്. എന്താണ് മീഷോയുടെ ഇതിന് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ക്വാളിറ്റിയുടെ ഇതുകൊണ്ടാണോ അതോ പ്രൈസ് റേറ്റ് ഭയങ്കര ലോ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. കാരണം കൂടുതൽ ആൾക്കാരും ചോയ്സ് ചെയ്യുന്ന ഒന്നാണ് മീഷോ. ഇപ്പം മീഷോ ഭയങ്കര വൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ലോവസ്റ്റ് പ്രൈസിൽ അത്യാവശ്യം ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മെറ്റീരിയലിനൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് ചെറുതായിട്ടെങ്കിലും കാണും. നമ്മൾ കാണാത്ത രീതിയിലെങ്കിലും ഒരു ചെറിയ ഡാമേജ്ഡ് ആ പീസുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും വിലക്കുറവ്. അതുപോലെ തന്നെ വേറെ ആപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര സൈറ്റുകളിൽ നിന്നൊക്കെ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരാൾ കാണും ഈ പ്രൊഡക്റ്റിനെ എല്ലാം വെരിഫൈ ചെയ്യാനും ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ മീഷോയിൽ അങ്ങനെ ഒരു ചെക്കിങ് കാര്യങ്ങളില്ല. ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതായത് ഇടനിലക്കാരൊന്നും ഇല്ലാതെ നമ്മുടെ കൈകളിലോട്ട് ഡയറക്റ്റ് എത്തുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് കുറവായിട്ടും അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് അതിനകത്തുണ്ട്, ക്വാളിറ്റി നല്ല മെറ്റീരിയൽസും ഉണ്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ചെറിയ എവിടെയോ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയലിന്. അതുകൊണ്ടാണ് നമുക്കിത് റേറ്റ് കുറച്ചായിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നല്ലതാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതാണ് മീഷോയുടെ ഒരു ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിതിൽ നിന്നും യാതൊരു ബെനിഫിറ്റ്, ഇപ്പം മീഷോ ഹോൾ വീഡിയോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട്, എനിക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. എനിക്കറിയാവുന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഹോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ യാതൊരു ബെനിഫിറ്റും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമല്ല. അപ്പം നമുക്ക് അധികം വർത്താനം പറയാതെ നമുക്കത് ഡയറക്റ്റ് ഹോൾ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് ടോപ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഞാനൊരു ജീൻസും എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഈയിടെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മീഷോ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്. കാരണം മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിവ്യൂ എനിക്ക് അത്രയും ഇതല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ മീഷോ പർച്ചേസ് ചെയ്യാതിരുന്നത്. അപ്പോൾ മീഷോ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഹോണസ്റ്റ്ലി എനിക്ക് അത്രയും ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ മോശമാണെങ്കിൽ മോശമൊന്നും നല്ലതാണെങ്കിൽ നല്ലതൊന്നും പറയണമല്ലോ. പക്ഷേ എനിക്ക് അത്രയും പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പം ലോവസ്റ്റ് പ്രൈസിൽ നല്ല പ്രോഡക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ അഫോർഡബിൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ ആൾക്കാർക്കും താല്പര്യം അങ്ങനെയുള്ള സാധനങ്ങളാണ്. കാരണം ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന നല്ല പ്രോഡക്റ്റ് എവിടെയെന്നാണ് ജനങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. സിമ്പിളായിട്ടുള്ള നൈസ് ടോപ്പാണ്. വലിയ എടുത്ത് പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നൈസായിട്ടാണ് മെറ്റീരിയലൊക്കെ നൈസായിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലാണ്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഒരു കാലത്തും പോകത്തില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്ത് പർച്ചേസ് ചെയ്തിട്ട് അഗെയിൻ വേറൊരു ടോപ്പാണ്. ഇതുപോലെ ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതുപോലത്തെ ഒരു ടോപ്പാണ്. നല്ല വലിയ സൈസിൽ പോലെ ഇവിടുന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ടിൽ ഫുള്ള് എംബ്രോയ്ഡറി ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് പോയേക്കുന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഞുറിച്ചിൽ പോലെ പോയിട്ടുണ്ട്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ സ്ലീവാണ് കൊടുത്തേക്കുന്നത്. മസ്റ്റാർഡ് യെല്ലോ കളറാണ്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഡാർക്കിഷ് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. എല്ലാ കളേഴ്സും ഇതിനകത്ത് ത്രെഡ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയാൻ. നമ്മൾ പർച്ചേസ് ചെയ്തൊരു ഷർട്ടാണ്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം കാണിച്ച ടോപ്പാണ്. ഇനി ഞാൻ പർച്ചേസ് ചെയ്തത് ഷർട്ടാണ്. ഇതൊരു വൈറ്റ് ഷർട്ടാണ്. വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പോയി. ഞാൻ ശരിക്കും ഇച്ചിരി ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലല്ല വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, മെറ്റീരിയൽ ക്വാളിറ്റി അത്രയും കൊള്ളില്ല എന്നല്ല കേട്ടോ. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ലൈൻ പോലെ
പോയിട്ടുണ്ട്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത് നമ്മുടെ ബോയ്സിൻ്റെയൊക്കെ നമ്മൾ ടീഷർട്ട് മെൻസിന് വാങ്ങത്തില്ലേ, ആ മെൻസിന് ഷർട്ട് വാങ്ങുന്ന സമയത്ത് ലൈനായിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, അതായത് നല്ല നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം ഇതിനകത്ത് ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു മെറ്റീരിയൽ അല്ല കിട്ടിയേക്കുന്നത്. ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയലിനകത്തൊരു ഡിസൈനാണ് ആ ലൈൻസ് പോയേക്കുന്നത്. അതാണ് ഫോട്ടോയും കാണിച്ചത്. ഞാൻ അത് കണ്ടിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷേ അത്രയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ടുള്ള ഒരു ഷർട്ടാണ് ഇത് വന്നിട്ട്. ഫുൾ സ്ലീവ് ഷർട്ടാണ്. അകത്തെന്തെങ്കിലും ഇന്നബനിയും വില യൂസ് ചെയ്യണം, നിഴലടിക്കും നന്നായിട്ട്. കട്ടി കുറഞ്ഞിട്ടുള്ള നല്ലൊരു ഷർട്ടാണ് വന്നേക്കുന്നത്. ആഷ് ബേബി പിങ്ക് കളറാണ് വൈറ്റിൽ കോംബോ ചെയ്തേക്കുന്നത്. കോളറായിട്ടുള്ള ഫുള്ളി ബട്ടൺഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷർട്ടാണ് ഇത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ആണ്. വൈറ്റിൽ ഒരു ബ്ലൂ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പർച്ചേസ് ചെയ്തത്. നല്ല രസമായിട്ട് ഈ ടോപ്പ് കാണാനായിട്ട്. ഇതുപോലെ ബട്ടർഫ്ലൈ പോലത്തെ ചെറുകങ്ങളും കാര്യങ്ങളും ഉണ്ട് രണ്ട് സൈഡിലും. ബാക്ക് സൈഡിലും ഉണ്ട്, ഫ്രണ്ട് സൈഡിലും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഷർട്ടാണ്, ടോപ്പല്ല വന്നേക്കുന്നത്. നല്ലതായിട്ടുള്ള ഒരു ഷർട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാനും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ബട്ടർഫ്ലൈ പോലത്തെ ഈ സാധനം വന്നേക്കുന്നത് നല്ല രസമാണ്. ഈ ബട്ടർഫ്ലൈ പോലത്തെ സാധനങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് എന്നിട്ട് കോളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചൈനീസ് കോളർ ടൈപ്പ് ആണ് വന്നേക്കുന്നത്. ഫുള്ളി ബട്ടൺഡ് ആണ്. ഹാൻഡ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. എനിക്കിഷ്ടമായി, നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇടാൻ നല്ല സുഖമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഷർട്ടാണ് അത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജീൻസാണ് ഇതിൽ നിന്നെടുത്തത്. അപ്പോൾ എനിക്കിത് ജീൻസ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നൊരു ജീൻസ് വാങ്ങിയത്. ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലുണ്ട്. സ്മെല്ല് വന്നിട്ടൊരു മോർഗയിലൊക്കെ മുക്കില്ലേ നമ്മൾ തുണി, അങ്ങനെ യൂസ് ചെയ്തവർക്ക് അതിൻ്റെ സ്മെല്ലറിയാം. ആ സെയിം സ്മെല്ലാണ് ഇതിന് വന്നേക്കുന്നത്. സ്മെൽ വൈസ് വെരി ബാഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നേക്കുന്നത്. കണ്ടോ, ഫുള്ളി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ഫുള്ളി ബോട്ടംഡ് ആയിട്ടുള്ള ഒരു പാൻറ്റാണിത്. അതിൻ്റെ അടിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്നതിനെ കൊണ്ട് ഇച്ചിരി ഡാർക്ക് കളറാണ് നമ്മുടെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ. ഫ്രണ്ടിൽ ഇതുപോലെ പോക്കറ്റാണ് വന്നേക്കുന്നത്. പോക്കറ്റിൻ്റെ ഡിസൈനാണ് ഇങ്ങനെ. ദെൻ ബാക്ക് സൈഡ് ഇതുപോലെ എലാസ്റ്റിക്കാണ്, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്തോരം വേണമെങ്കിലും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 32 സൈസാണ്. നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ബൈ ചെയ്യാം. നല്ല ഒരു പാൻറ്റായിട്ട് ക്വാളിറ്റി വൈസ് വാഷ് ചെയ്യുമ്പോൾ അറിയാം. ഇപ്പം എനിക്കറിയില്ല, ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഉടനെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ക്വാളിറ്റിയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഡെനീമിൻ്റേതായ ഒരു കട്ടിയും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. പക്ക ഡെനീമല്ല, ഹാഫ് ഡെനീമായിരിക്കും, ഹാഫ് വേറെ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം അത്രയും കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റേറ്റ് വൈസിൽ 250 350 ആ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ആ റേഞ്ചിലുള്ള സാധനം ഇതുണ്ട് കേട്ടോ. എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഒരു 300-400 റേഞ്ചിലുള്ളതാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ടീഷർട്ടാണ്. നമുക്ക് പുറത്തും ഇടാം, ഉള്ളിൽ ഇതുപോലെ ഡ്രസ്സുകൾക്കൊക്കെ സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ടീഷർട്ടാണ്. 250 താഴെയാണ് ഈ ഒരു ടീഷർട്ടിൻ്റെ റേറ്റ്. കണ്ടോ, ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നെക്കിലും സ്ലീവിലും എല്ലാം ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് മടക്കി ഇങ്ങനെ അടിച്ചിട്ടുണ്ട് റൗണ്ടപ്പായിട്ട്. നല്ല മെറ്റീരിയൽ കേട്ടോ. 250 രൂപയ്ക്ക് താഴെ നല്ലൊരു ബനിയനാണ്, അതായത് നല്ലൊരു ടീഷർട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. നല്ല ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിവിടെ മെറ്റീരിയൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കിയിട്ട് കാണാൻ പറ്റില്ല. അപ്പം നല്ല മെറ്റീരിയലാണ് കേട്ടോ, എനിക്കിഷ്ടമായി. നല്ല 250 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ടീഷർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ മീഷോയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാം. എല്ലാം നല്ല പ്രോഡക്റ്റാണ്, ഒന്നിനൊന്നിനും എല്ലാം മെച്ചമാണ്. അപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക, ഓൾ എന്ന ഓപ്ഷനിലിടുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ.